ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇപ്പം മേടിച്ച വണ്ടിയാണ്. വണ്ടിക്ക് മാത്രം 80,000 രൂപ കൊടുത്തു. ബാക്കി 20,000 രൂപയുടെ പണിയുണ്ട്. ടോട്ടല് 1,00,000 രൂപ നമുക്കായിട്ടുണ്ട് വണ്ടിക്ക്. നമ്മളങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാരണാസിയാണ്. 800 കിലോമീറ്റേഴ്സ് വരുന്നു. ഇന്നലെ നൈറ്റ് 9:30 ആയപ്പോൾ നമ്മൾ കറക്റ്റ് വാരണാസി എത്തി. മുന്നേ ഗസ്റ്റ് ഹൗസ് എത്തി. ഇന്നലെ വണ്ടി പാർക്ക് ചെയ്തത് നമ്മളിവിടെയാണ്. ഇത് നമ്മുടെ ഈക്കോ വാൻ അവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഹൗസിന് ഏകദേശം ഒരു 500 മീറ്റേഴ്സ് നോക്കിയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഭാഗ്യം വണ്ടിക്ക് ഒരു സീനും ഇല്ലാതെ കിടപ്പുണ്ട്. മോർണിംഗ് തന്നെ നമ്മൾ വാരണാസി വിടുവാണ്. ഇനി ബീഹാർ. ഫ്രണ്ട്സ്, അങ്ങനെ മോർണിംഗ് തന്നെ നമ്മുടെ വണ്ടിയുടെ പെട്രോള് തീർന്നു. CNG അടിക്കാൻ പറ്റില്ല. ബീഹാർ ആയതുകൊണ്ട് CNG ഇല്ല ഇവിടെ. അപ്പം പെട്രോള് തപ്പി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അടുത്തുനിന്ന് തന്നെ നമുക്ക് പെട്രോൾ കിട്ടി. അങ്ങനെ നമ്മൾ പിന്നെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം പട്ടണ ബീഹാർ സൈഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോൺ സ്റ്റോപ്പ് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നമുക്കിന്ന് മേഘാലയ പിടിക്കാൻ പറ്റും. നമ്മളിന്ന് മേഘാലയ ബോർഡറെങ്കിലും എത്തണമെന്നാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നോക്കാം, നൈറ്റിനുള്ളിൽ എത്തും എന്തായാലും. ഇന്നെന്തായാലും കുറച്ച് നോൺ വെജ് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്ര ദിവസം വാരണാസി ആയതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും കഴിച്ചില്ല. നമ്മൾ പോർക്ക് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇച്ചിരി പോത്തും പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഇന്നലെ നൈറ്റ് തന്നെ നമ്മൾ മേഘാലയ എത്തി. നമ്മൾ ഈ വ്യൂ പോയിൻറ്റിൽ സൺറൈസ് കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് വണ്ടിയിൽ തന്നെ കിടന്നു, ടെൻ്റൊന്നും അടിച്ചില്ല. നമ്മളങ്ങനെ കൊങ്തോങ് എത്തിയിരിക്കുന്നതാണ്. വിസിലിംഗ് വില്ലേജ് എന്നറിയപ്പെടുന്ന ഗ്രാമമാണിത്. നമുക്കിവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് കിട്ടി. നമ്മൾ ടെൻ്റ് അടിക്കുകയാണ്, പിന്നെ കുക്കിങ്ങും. ഇന്നലെ നൈറ്റ് എത്തിയതുകൊണ്ട് സ്ഥലം എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ വിചാരിക്കാത്തൊരു സൺറൈസ് കിട്ടിയിരിക്കുകയാണ്. ഇത് ഇവരുടെ ട്രഡീഷണൽ സ്റ്റൈലുള്ള വീടാണ്. ഇതിവർ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പണിതേക്കുവാണ്. നമ്മുടെ വാൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ടെൻറ്റ്, നമ്മളിവിടെയാണ് ഇന്നലെ ടെൻ്റ് അടിച്ചതും കുക്ക് ചെയ്ത സ്ഥലം. നമുക്കെന്തായാലും ഇവരുടെ ട്രഡീഷണൽ വീടൊന്ന് കയറി കാണാം. ഇവിടുത്തെ ബായ് കീ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് കയറി കണ്ടു നോക്കാം. ഫുള്ള് വുഡും ബാമ്പും വെച്ച് ഉണ്ടാക്കിയ വീടാണ്. ഫുൾ നാച്ചുറൽ. ഇതിൻ്റെ അകത്ത് ബെഡ് സ്പേസ്. ഈ നടുക്ക് കാണുന്ന സാധനത്തിൽ ഇവർ ഫയർ ഇടുന്നതാണ്. അകത്ത് തീയിട്ടിട്ട് കുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നൈസ് വ്യൂ, ഒരു രക്ഷയില്ല, കിടിലം വ്യൂ.
ഇവിടുത്തെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിസിലടിച്ചിട്ട്, ഇവരുടെ പേര് തന്നെ വിസിലാണ്, വിസിലടിച്ചിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. ഇവിടെ ഫുട്ബോൾ മാച്ച് നടക്കുന്നതെന്ന് അറിഞ്ഞ് നമ്മൾ വന്നതാണ്. ഫുൾ പവർ ഗെയിമാണ്. നമ്മൾ ടെൻ്റൊക്കെ ഫുൾ പാക്ക് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ലിവിങ് റൂട്ട് ബ്രിഡ്ജ് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ കോങ്തോങ് വിടുകയാണ് ഗൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നെക്സ്റ്റ് ലിവിങ് റൂട്ട് ബ്രിഡ്ജ്.